പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഈ റെസ്യൂം ചേഞ്ച് അല്ലെങ്കിൽ ഈ അട്ടിമറികളെ പറ്റി ഒരു ചർച്ച നമ്മളോട് ഇന്ന് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം അതുപോലെ തന്നെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എപ്പോഴും നമുക്ക് ആശങ്കയുള്ള സംഭവം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില നീക്കങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി അന്ന് തൊട്ടേ ഒരുപക്ഷെ നേരത്തെ ഇരുന്ന ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഒരു വിഷയമല്ല. കാരണം അവിടെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ഒരു സാന്നിധ്യം ഭയങ്കരമായിട്ടുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും എനിക്ക് തോന്നി ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ പോലും ഇത് ഇന്ത്യയുടെ ഭാഗമാണ്. തമാശയല്ല, അവിടെ അവരെ ഇന്ത്യക്കാരെന്നറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അവിടെ കൂടുതലായിട്ട് ഈ ഒരു മതപരിവർത്തനം നടന്നിട്ടുണ്ട്. ഇവാഞ്ചലിക് ക്രൈസ്റ്റ് സ്കൂളാണ് സാറിനല്ലേ പല ഇടങ്ങളിലും ഈ പറയുന്ന ഗോത്രവർഗത്തിനെ എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര നിഗൂഢമായിട്ടുള്ളൊരു നീക്കം ഉണ്ടായിരുന്നു. നിഗൂഢമായിട്ടുള്ളൊരു നീക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇവാഞ്ചലിക് ക്രൈസ്റ്റ് ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു രീതിയും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ഒരു രീതിയുമാണെങ്കിൽ അതിന് മതം മാറേണ്ട കാര്യമില്ലല്ലോ. ഈ മതം മാറ്റ ലോബി ഇപ്പം വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലും ലോകത്തുടനീളം ഇതിൻ്റെ വർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതികളും അതിൻ്റെ ഉദ്ദേശങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഇപ്പം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരത്തെ സാറിന് അറിയാലേ, മ്യാൻമാർ, ബംഗ്ലാദേശ്, നമ്മുടെ ഈ പറയുന്ന മണിപ്പൂർ, ആ സംസ്ഥാനം കേന്ദ്രീകരിച്ചൊരു ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ഒരു രാജ്യം വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ നേരത്തെ വഴക്കുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മുടെ അവിടെ ഈ പറയുന്ന മണിപ്പൂർ വിഷയത്തിനകത്ത് ഇതിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ മണിപ്പൂർ വിഷയം വളരെ കൃത്യമായിട്ട് ഇവിടെ കിടന്ന് വലിയ ബഹളങ്ങൾ പലരും നടത്തിയ ഓർമ്മയുണ്ടല്ലോ. മണിപ്പൂർ കത്തുന്നേ അവിടെ ഒരു വർഗീയ ഇത്. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും ഏറ്റില്ല. അപ്പം അതിപ്പോൾ ചെന്ന് അത് ഏകദേശം ധാരണ. ഇപ്പം അവിടെ നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യക്ക് അകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാലങ്ങളായിട്ട് നടക്കുന്നു. ഇന്ത്യക്ക് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ വട്ടത്തിലുള്ള ചില രാജ്യങ്ങൾ, അതിൻ്റെ ഇപ്പോൾ നേപ്പാളിൽ കഴിഞ്ഞ ദിവസം ഒരു അട്ടിമറി നടന്നു. അതിന് മുമ്പ് ബംഗ്ലാദേശിൽ നടന്നപ്പോൾ നമ്മൾ നടത്തിയത് ബൈഡൻ ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം ഹസീന കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ പ്ലാനുണ്ട്, അമേരിക്കയുടെ പ്ലാനുണ്ട്. അമേരിക്ക ഇവിടെ താവളം എൻ്റെ അടുത്ത് ചോദിച്ചതാ, ഞാനത് കൊടുത്തില്ല. ദ്വീപ് ചോദിച്ചതാ, കൊടുത്തില്ല. എന്നോട് അതിനുള്ള വൈരാഗ്യമാണ് ഇത് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഇറക്കി. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഏതാണ്ട് 120ഓളം സൈനികർ അവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇതാ ബംഗ്ലാദേശിൽ, ഇവിടുത്തെ അമേരിക്കൻ സൈനികർ. അപ്പോൾ ആ സൈനികർ അവിടെ വന്നിട്ട് താമസിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ഉള്ളതിനകത്ത് വന്ന്, പക്ഷെ അതൊന്നും അവിടുത്തെ റെക്കോർഡിലില്ല. ഇവർ വന്നതിൻ്റെ റെക്കോർഡൊന്നുമില്ല. കഴിഞ്ഞ ആഗസ്റ്റ് 30 ഒരു ജാക്സൺ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കമാൻഡർ മരിച്ച ഓർമ്മയുണ്ടോ? ഇത് മരിച്ചതായിട്ട് ബംഗ്ലാദേശും പറഞ്ഞിട്ടില്ല, അമേരിക്കൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിറങ്ങി ഉടനെ തന്നെ നമ്മളുടെ മ്യാൻമറിലേക്ക് നമ്മുടെ സ്പിറ്റ്വേ പോർട്ട് അറിയാമല്ലോ, അതുപോലെ തന്നെ ചൈനയുടെ ഒരു പോർട്ടുണ്ടല്ലോ, കുഫ് 2 പോർട്ടും ഉണ്ട് മ്യാൻമർ ബോർഡറിലേക്ക് നമ്മുടെ ഒരു വിമാനം ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സമയം ഇവിടെ ഇറങ്ങി അതേ സമയം തന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്പിറ്റ്വേ പോർട്ടിനെ അവിടെ ഒരു 3000ഓളം ചൈന പട്ടാളക്കാർ അവരുടെ ആ തുറമുഖവും സംരക്ഷിക്കാനുണ്ട്. നേരത്തെ ഈ പറയുന്നിടത്ത് തന്നെ അമേരിക്കയുടെ ഒരു വിമാനം ഇറങ്ങിയിട്ടുണ്ട്, ചരക്ക് വിമാനം. എന്തിനാണെന്നറിയോ? മ്യാൻമറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ പട്ടിണി കിടക്കുക. ഭയങ്കര പ്രയാസമായി അമേരിക്ക കേട്ടോ ഈ പട്ടിണി എന്ന് പറഞ്ഞ്. പട്ടിണി കിടക്കുക. അപ്പോൾ 10 ലക്ഷം പേർ മരിച്ചു. അവിടെ നമുക്ക് ഇടപെട്ടേക്കോ ആ രീതിയിൽ അവിടെ ഇറങ്ങിയിട്ടു. അവന്മാർ അവിടെ നിന്ന് കയറിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഉദ്ദേശം കൃത്യമായ ഒരു സാന്നിധ്യം ഒരു പക്ഷേ ബംഗ്ലാദേശിൽ അവരുദ്ദേശിക്കുന്നു. മ്യാൻമർ ബോർഡറിൽ അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ റെയർ മെറ്റീരിയൽസും മറ്റു ചില കാര്യങ്ങൾ അവിടെ ചൈന അവിടെ സ്പോട്ട് അടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തുറമുഖം ഈ പറയുന്ന അതുപോലെ നമുക്കവിടെ സംരക്ഷിച്ച് വെക്കണം. കലാഫൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ തീരാറായിട്ടുണ്ട്, സംരക്ഷിച്ച് വെക്കണം. മാത്രമല്ല അമേരിക്കൻ സാന്നിധ്യം ബംഗ്ലാദേശിൽ ചൈനയും ഇന്ത്യയെ ആഗ്രഹിക്കുന്നില്ല. ഈ അമേരിക്ക എന്ന് പറയുന്ന സാധനം എവിടെ വന്നിറങ്ങിയാലും അവിടെ അവന് ചില ഉദ്ദേശങ്ങൾ കാണും. അതിനുശേഷം രാജ്യത്തെ നശിപ്പിച്ചിട്ടു. അപ്പം ഇത്തരത്തിലേക്കുള്ളൊരു നീക്കം ഈ പറഞ്ഞ റെസ്യൂം നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഒരു അസ്ഥിരത ഉണ്ടാക്കുന്നതിന് വേണ്ടി, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇത് വായിക്കുമ്പം താരിഫ് ഇതെല്ലാം കൂടെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞിട്ടില്ലേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഏത് രീതിയിൽ നോക്കിയൊക്കെയും ഇന്ത്യയുടെ പുറത്ത് ഒരു ആധിപത്യം അല്ലെങ്കിൽ വടക്കിഴക്കൻ നമ്മുടെ ഏഷ്യയിലേക്ക് ഒരു ആധിപത്യം അമേരിക്കയ്ക്ക് നടക്കുന്നില്ല. അത് പല രാജ്യങ്ങളെ അട്ടിമറിക്കുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ അട്ടിമറിച്ചുകൊണ്ട് വരുന്നിടത്തെല്ലാം നമ്മൾ കൃത്യമായിട്ടൊരു നീക്കം നടത്തുകയും അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ളൊരു കാര്യം. ഇപ്പം ഏറ്റവും അവസാനം ബംഗ്ലാദേശുമായിട്ടുള്ള സൈനിക
അഭ്യാസത്തിന്റെ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അത്രയും പട്ടാളം പോലും ഇല്ല. കാരണം അറിയാലോ 30,000 ഉള്ളു തോക്ക് പിടിച്ചിട്ടുള്ളൂ. അഭ്യാസം തന്നെ. അപ്പം അതിനകത്തൊരു അജണ്ടയുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനകത്ത് ഈ നമ്മൾ വിചാരിച്ച ട്രംപ് നേരത്തെ ഒരു അജണ്ടയായിട്ട് മുനീർ പാകിസ്ഥാന്റെ മൊത്തം ഇപ്പോഴിന്ന് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വ്യോമത്താവളങ്ങളും ഇപ്പം അവന്മാർക്ക് പോലും കയറാൻ വയ്യ, അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ രണ്ട് ഇടത്തും കൂടെ വളഞ്ഞു അല്ലെങ്കിൽ വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു അജണ്ടയുണ്ട്, നമുക്കെതിരെ ഒരു നീക്കമുണ്ട്. അത് കാര്യമൊന്നുമില്ല. നമ്മുടെ വളർച്ച അല്ലെങ്കിൽ നമ്മളുടെ പുരോഗതി പലവട്ടം നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ അതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടയിടുന്നതിന് വേണ്ടിയാണ്. ഏത് സമയം അത് ആ രീതിയിലേക്ക് ഒരു നീക്കവും ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ വടക്കിഴക്കൻ കഴിഞ്ഞ ദിവസം ആസാമിൽ പ്രധാനമന്ത്രി പോയപ്പോൾ ഒരു കാര്യം സാറ് പറഞ്ഞു കേട്ടാണ്. ഈ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടുന്ന് കുറേ പേര് ഇങ്ങോട്ട് വരും. ഇപ്പം നേപ്പാളിൽ കയറാൻ നിൽക്കുകയാണല്ലോ. അപ്പം ആസാമിൽ അദ്ദേഹം പോയി വളരെ കൃത്യമായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളുടെ അതിർത്തി സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ അനാവശ്യമായിട്ടുള്ള ഒരു നമ്മൾ പറഞ്ഞില്ലേ ചില ആൾക്കാരെ ശ്രമം നടക്കുന്ന പറയാം. എങ്ങനെ ശ്രമം നടക്കുന്നു? ജനസംഖ്യാ അനുപാതത്തിൽ അത് വ്യത്യാസം, ഡെമോഗ്രാഫി ആ രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഇതിനകത്ത് ഈ ബോർഡറിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറാൻ ആൾക്കാരെ നിൽപ്പുണ്ട്. ഇവിടുത്തെ കുറെ പുറത്താക്കാൻ ഇപ്പം ഇപ്പം ആസാം ബീഹാർ എന്നൊക്കെ പുറത്താക്കുന്നുണ്ടല്ലോ സാറേ. നമ്മുടെതല്ലാത്ത വോട്ടേഴ്സ് ലിസ്റ്റ് പേര് പരിശോധിച്ചിട്ട് ഇവനെ രണ്ടും കട്ട് ഇവന്മാരെ വെച്ചിട്ടൊരു നീക്കം, വളരെ നിഗൂഢമായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഇത് മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഒരു കാര്യമല്ലല്ലോ. അപ്പൊ സാറ് ഇതിനകത്ത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിലിപ്പോൾ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. മലയാള മാധ്യമങ്ങൾക്കാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാത്തത്. എന്നാൽ നാഷണൽ മീഡിയ ശ്രദ്ധിക്കുന്നുണ്ട്. സാറ് പറഞ്ഞ ആശങ്കകൾ വളരെ ന്യായമാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഇപ്പോൾ അവിടുന്ന് ഷെയ്ഖ് ഹസീന പ്രാണനം കൊണ്ട് ഓടി ഇന്ത്യയിൽ അഭയം തേടുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഹസീന വന്ന് വെളിപ്പെടുത്തിയ ആദ്യത്തെ കാര്യം, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അമേരിക്കൻ എൻവോയി പ്രതിനിധി ചെന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ജില്ലകളും ചേർത്തുകൊണ്ട് ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളതിന് സമ്മതിച്ചാൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം. അത് നിരസിച്ചതുകൊണ്ട് കൂടിയാണ് ഉടനെ തന്നെ അവിടെ കലാപം വന്നതിൻ്റെ പിന്നിലുള്ളത് കാര്യം. അത് ചരിത്രം. പുതിയ കാലത്ത് സാർ ഈ പറഞ്ഞ ആശങ്കകൾ ഒരു ഇന്ത്യക്കാരൻ്റെ ആശങ്കകളാണ്. ഞാനത് പൂർണ്ണമായും പങ്കിടുന്നു. അതേസമയത്ത് ഈ ആശങ്കകളെ ശരിവെക്കുന്ന ഒരു ദേശീയ മാധ്യമ പരിപാടി കഴിഞ്ഞ ദിവസം നടന്നു. അത് നമ്മുടെ ന്യൂസ് 18 CNN-ൻ്റെ ന്യൂസ് 18 സ്ഥിരമായി നടക്കുന്ന ഒരു ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ചെയ്യുന്നത് പൽക്കി ശർമ്മയാണ്. പൽക്കി ശർമ്മ ഉപാധ്യായ എന്നാണ് അവരുടെ മുഴുവൻ പേര്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായ നാഷണൽ ജേർണലിസ്റ്റുകളിൽ ഒരാളാണ്, ലേഡിയാണ് അവർ. അവരുടെ പ്രോഗ്രാമിന് വെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ പറയില്ലേ സീരിയൽ പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 9 മണിക്ക് അതിനുവേണ്ടി കാത്തിരിക്കുക. ആ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പരിപാടിയുടെ പ്രത്യേകത ആഗോള പ്രശ്നങ്ങളെ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ കാണും. ഇന്ത്യക്ക് ഗുണകരം. വെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് മേൽക്കൈ കിട്ടുന്ന മട്ടിൽ നമ്മുടെ ഒരു പക്ഷത്ത് നിന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം വളരെ ജനപ്രിയമാണ്. ഏറ്റവും ഒടുവില്ലാത്ത ആ പ്രോഗ്രാം സാറ് പങ്കിട്ട ഇതേ ആശങ്കയാണ് പങ്കിടുന്നത്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വൻകിട ആഗോള ശക്തികൾ കളിക്കുന്ന അധികാര കളിയുണ്ടല്ലോ, ആ കളി ഇന്ത്യക്ക് എന്തുമാത്രം അപകടമാണ് എന്നതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞ ഒന്നാമത്തെ പ്രശ്നം ഈ വ്യോമാഭ്യാസമാണ്. വ്യോമസേന ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വ്യോമാഭ്യാസമുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ചിറ്റഗോങ്ങിൽ അമേരിക്കൻ വ്യോമസേനയുടെ ഒരു വിമാനം ഒരാവശ്യവുമില്ലാതെ ഇറക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ വിമാനം സാധാരണ വെച്ചിരുന്നത് അത് വെക്കാൻ എല്ലായിടത്തും പറ്റില്ല, അതിന് പ്രത്യേക സൗകര്യങ്ങൾ വേണം. ജപ്പാനിലെ അമേരിക്കയുടെ സ്വതന്ത്രമായ ഒരു പ്രൈവറ്റ് താവളത്തിലാണ് സൂക്ഷിച്ചിരുന്നത് സാധാരണ വെക്കുന്നത്. അവിടുന്ന് ആ വിമാനം കൊണ്ടുവന്ന് അതിന് C-130J ആണ് അതിൻ്റെ പേര്, C-130J. ആ വിമാനം ഒരു കാര്യമില്ലാതെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് വിമാനത്താവളത്തിൽ ഇറക്കിയിട്ട് സൂപ്പർ ഹെർക്കുലിസ് വിമാനം എന്നാണ് അതിന് പറയുക. സൂപ്പർ ഹെർക്കുലിസ് വിമാനമാണ്, എല്ലായിടത്തും പറ്റില്ല, അത് വെക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ വേണം. അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഇവരുടെ നിരീക്ഷണം പോർട്ടുകളെല്ലാം സന്ദർശിച്ചുണ്ട് സാറി പറയുമ്പം ഈ നമ്മുടെ ഇവർ വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ഈജിപ്റ്റ് വിമാനവും ഈ വന്നിട്ടുണ്ട്. അതാണ് ഇത് വളരെ നിർണായകമാണ്. ഇവരൊക്കെ തമ്മിലുള്ള ലിങ്ക് ഉണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞതും ചേർത്ത് പറയേണ്ടതാണ്. അത് പൽക്കി ശർമ്മ ചേർത്ത് പറയുന്നുണ്ട്. ഈ ചിറ്റഗോങ്ങിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബംഗ്ലാദേശിൽ ഈ 3 രാജ്യങ്ങളിലെ ലിങ്ക് ഉണ്ട്. ഇന്ത്യയും മ്യാൻമറും ബംഗ്ലാദേശും. ഇന്ത്യയും മ്യാൻമറും ബംഗ്ലാദേശും ചേരുന്ന നിർണായകമായ കേന്ദ്രത്തിലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, മ്യാൻമറിന്റെ കൂടി ഒരുപക്ഷെ മ്യാൻമറിന്റെ കൂടി പിന്തുണയോടുകൂടി, മ്യാൻമറും അത്ര ഇന്ത്യക്ക് അനുകൂലമായ അതാണ്. അപ്പോൾ മ്യാൻമറിന്റെ കൂടി പിന്തുണയോടുകൂടി ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയാവാം എന്നവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം സാറ് പറഞ്ഞാണ്, ഒന്നല്ല, ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ
3 വലിയ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടന്നു അവിടെ. 3 എണ്ണം. ഒന്ന് ജൂലൈ അവസാനം നടന്നു. അതിന് ഓരോന്നിനും ഒരു പേരുണ്ട്. അവർ പറയുന്നത് ടൈഗർ ലൈറ്റ്നിങ് എന്നാണ്. ടൈഗർ ലൈറ്റ്നിങ് ആണ് ഒരു അഭ്യാസത്തിന്റെ പേര്. അവർ പറഞ്ഞു ഞങ്ങൾ ഭീകരതക്കും ജംഗിൾ മിഷനുമാണ്. ഭീകരതക്കെതിരെ ജംഗിൾ മിഷൻ. 2 അഭ്യാസം സാറി പറഞ്ഞു. ഒന്ന് ടൈഗർ, ഇതും അടുത്തത് ടൈഗർ ഷാർക്ക്. ഞാൻ പറഞ്ഞു 3 എണ്ണം നടന്നു. 3 എണ്ണം അഭ്യാസം നടന്നു. അതിൽ 2 മാസത്തിനുള്ളിൽ 3 വലിയ സൈനികാഭ്യാസങ്ങൾ നടന്നു. ഒന്നാമത്തേതാണ് ഈ ജൂലൈ അവസാനം നടന്ന ടൈഗർ ലൈറ്റ്നിങ്. ടൈഗർ ലൈറ്റ്നിങ്ങിൽ പറഞ്ഞു ഞങ്ങൾ ഭീകരതക്കെതിരാണ്. അവരുടെ കണ്ണിലെ ഭീകരവാദി ആരാണ് ഓക്കെ മതി. അപ്പൊ ജംഗിൾ മിഷൻ എന്നാണ്, കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ നേരിടാൻ വേണ്ടിയാണ് ഈ സൈനികാഭ്യാസം എന്നാണ് ലോകത്തോട് പറഞ്ഞത്. എന്തിനായിരുന്നു എന്നുള്ളത് കണ്ടറിയണം. 2 ടൈഗർ ഷാർക്കാണ്. ടൈഗർ ഷാർക്ക് ജൂലൈ ലാസ്റ്റിൽ 1 നടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ അടുത്ത് നടന്നു. അതിന്റെ പേരാണ് ടൈഗർ ഷാർക്ക്. അതിൽ പങ്കെടുത്തത് US സ്പെഷ്യൽ ഫോഴ്സ് ആണ്. സാറ് പറഞ്ഞു US പ്രത്യേക പരിശീലനം നേടിയ സോഴ്സും അത്യന്താധുനിക ആയുധങ്ങളും 21ാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ചെടുത്ത ലേറ്റസ്റ്റ് ആയുധങ്ങളും കൂടി ആ സൈനിക പ്രകടനത്തിൽ പങ്കെടുത്തു. സംശയാസ്പദമാണ് എന്ന് പൽക്കി ശർമ്മ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂന്നാമത്തെ അഭ്യാസത്തിൻ്റെ പേര് പസഫിക് ഏഞ്ചൽ 25-3 എന്നാണ്. 25-3 എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. 2025 അവിടെ നടത്തിയ 3ാമത്തെ അഭ്യാസം. അതിൻ്റെ പേരാണ് പസഫിക് ഏഞ്ചൽ. അതിൽ ഓർക്കേണ്ട കാര്യം ഒറ്റക്കല്ല. അമേരിക്കയും ബംഗ്ലാദേശുമാണ് ഇതുവരെയുള്ള 2 എണ്ണത്തിൽ പങ്കെടുത്തത്. 3ാമത്തേതിന് 3 എന്ന പേരിട്ട് എന്തിനാണെന്നറിയോ? അതിനകത്ത് ശ്രീലങ്കൻ സേന കൂടി പങ്കെടുത്തു. ഓർക്കേണ്ട കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും പിന്തുണക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്നാണ് ശ്രീലങ്ക പറഞ്ഞത്. അതുകൊണ്ട് ശ്രീലങ്കയും ഇപ്പോൾ നമ്മൾ പത്മവ്യൂഹം എന്ന് പറയില്ലേ, ചുറ്റുവട്ടത്തുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ പൽക്കി ശർമ്മ പറയുന്നത്. ഈ ഒടുവിലത്തെ അമേരിക്കൻ സൈനികാഭ്യാസത്തിൽ, അതും ബംഗ്ലാദേശിൽ വെച്ച് നടക്കുന്ന ചിറ്റഗോങ്ങിലെ സൈനികാഭ്യാസത്തിൽ ശ്രീലങ്കയും സൈന്യത്തെ അയച്ചു കൊടുത്തു. എങ്ങോട്ടാണ് പോക്ക് എന്നത് വളരെ ആശങ്കാജനകമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനവർ പറയുന്ന കാരണം, എന്തിനാണ് ശ്രീലങ്കയും അമേരിക്കയും കൂടി ചേർന്നിട്ട്, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രാദേശിക സഹകരണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്ക് എന്തായാലും കാര്യം. ഈ പ്രദേശത്തെ സുരക്ഷ ഒക്കെയാണ് പ്രശ്നമെങ്കിൽ ശ്രീലങ്കയെ വിളിച്ചത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്ക് എന്തിനാ? അപ്പൊ ഈ പ്രദേശത്തെ സുരക്ഷ ഏറ്റെടുക്കാൻ അമേരിക്കക്ക് വല്യപ്പന് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് നേരത്തെ പറഞ്ഞത് പൽക്കി ശർമ്മ ചേർത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഒരു സൈനികൻ കൊല്ലപ്പെട്ടല്ലോ, അമേരിക്കൻ സൈന്യം കൊല്ലപ്പെട്ടു. എന്തിനു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല, കാരണം വ്യക്തമാക്കിയില്ല. സാധാരണ അംഗീകരിച്ചിട്ടില്ല. അപ്പോ അതില് ഇന്ത്യയുടെ ചാര സംഘടനകൾ കൃത്യമാണത്രേ അവിടെ വളരെ ആക്റ്റീവ്. പൽക്കി ശർമ്മ പറഞ്ഞു പേടിക്കേണ്ടതില്ല, നമ്മുടെ ചാരന്മാർ ജീവൻ പണയം കൊടുത്തിട്ട് ഇതിന് കാവൽ നിൽക്കുന്നുണ്ട്. അവരാണല്ലോ ഈ വിവരം കൊടുക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ മൂവ്മെന്റും നമ്മുടെ സൈനികരെക്കാൾ വലിയ സേവനമാണ്. അവർ പറയുന്നത് നമ്മുടെ ഏജൻസിക്ക് പോലും ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇവർ ഈ മരിച്ച മനുഷ്യന്റെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താത്തതെന്ന് പറയുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, സൂക്ഷിക്കണം. ഇവർക്ക് വേറെ ഈ സാർ പറഞ്ഞ കാര്യത്തിനകത്ത് ഇതിനകത്ത് വേറെ വലിയ കാര്യം സാർ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സാറ് ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ ഞാൻ പറയുന്നത് ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ചോദിക്കും ഈ കൊച്ചൊരു ശ്രീലങ്ക, ഈ കൊച്ചൊരു ബംഗ്ലാദേശ്, അല്ലെങ്കിൽ ഇതിനകത്ത് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന രാജ്യമല്ല പാകിസ്ഥാൻ. ചെറുതായിട്ട് കാണാൻ പറ്റുന്ന രാജ്യമല്ല. സൈനിക ബലത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളുന്നെങ്കിലും ഇപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ഇവരെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഉള്ളൊരു നീക്കം തന്നെയാണ്. നമുക്ക് ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഈ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഇപ്പൊ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഈ പറയുന്നത് പോലെ ഇവന്മാർ എവിടെ ഇറങ്ങിയാലും എന്തോ പറയുന്നത്. ഞാൻ പറഞ്ഞു മ്യാൻമറിൽ ഇറങ്ങി എന്തിനാ, അവിടെ പട്ടിണി കിടക്കില്ലയോ, വല്ലതും കൊടുക്കണ്ടേ? ഇവിടെ ഇറങ്ങിയേക്കുന്ന എന്തിനാണെന്നറിയാം, ഭീകരവാദത്തിന്റെ അച്ഛനാ യൂനസ്. അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഇതിനകത്ത് വേറെ വലിയ വാർത്ത വരുന്നുണ്ട്. അവിടുത്തെ പട്ടാളത്തിന് താല്പര്യമില്ല ഈ സൈനിക അഭ്യാസത്തോട്. അതായത് അവിടുത്തെ ഇപ്പോഴത്തെ പട്ടാള മേധാവിക്ക് താല്പര്യമില്ല. യൂനസ് വിളിച്ചോണ്ട് യൂനസ് എന്ന് പറഞ്ഞാൽ യൂനസ് അമേരിക്കൻ പാവയാണ്. അപ്പൊ അവര് കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താ സാർ, ഇപ്പോ ഒരു കളി നമ്മൾ കളിച്ചു നോക്കി. ഇന്ത്യ നമ്മുടെ ചാരസംഘടനകളുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു നീക്കം നടത്തി നോക്കി. ഇവർ ഈ പ്രാദേശിക സഹകരണം എന്നാണല്ലോ ഇതിന്റെ അജണ്ട. പ്രാദേശിക സഹകരണമാണെങ്കിൽ അന്താരാഷ്ട്ര ധാരണയുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കൂടി താല്പര്യമുള്ള ഒരു എയ്ഡ് കൊറിഡോർ, അതിന് അവർ പറയുന്ന പേര് സഹായപാത എന്നാണ്. ഏതിലൂടെ?
ഈ ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമർ അതിർത്തി, ബംഗ്ലാദേശും ചിറ്റഗോങ്ങും ചിറ്റഗോങ് എന്ന് പറഞ്ഞാൽ മ്യാൻമർ അതിർത്തി ബംഗ്ലാദേശിനകത്ത് 271 കിലോമീറ്റർ മ്യാൻമറിൻ്റെ അതിർത്തി ഉണ്ട് ഇവർക്ക്. അങ്ങനെ മ്യാൻമർ വഴി ഒരു പാത ഈ പ്രാദേശിക വികസനത്തിന് വേണ്ടി സൗകര്യം ചെയ്യണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു നോക്കി. പറ്റില്ല, ഞങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്, അപ്പോൾ പ്രാദേശിക വികസനം ഇല്ല. ഒന്നുമില്ല സാർ, ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തോന്നറിയാം സാറേ, ഇതിനകത്ത് ഈ പറയുന്നത് നമ്മളെ ഇപ്പം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റും സാർ. ഇപ്പൊ ഇവർ ചോദിക്കുന്ന നമ്മുടെ ചാരന്മാരും നമ്മുടെ പട്ടാളത്തിന്റെ കരുത്ത് മറ്റത് മറിച്ചതും ഒക്കെ ഉണ്ടല്ലോ, ശരി തന്നെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ റഷ്യ ചെയ്യാൻ പോകുന്ന എന്തോ നാറ്റോ എടുത്ത്, നാറ്റോ അടിച്ച് റഷ്യക്ക് തകർക്കുകയൊന്നും വേണ്ട, അമേരിക്ക അടിച്ച് റഷ്യക്ക് തകർക്കുകയൊന്നും വേണ്ട, നമ്മളെ ഒന്ന് പുറകോട്ട് ചവിട്ടണം. ഇതിനകത്ത് ഈ പിടിക്കുന്ന ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ, വല്ലോനും വല്ലതും കൊടുത്താൽ മേടിച്ച് നിന്നുകൊണ്ട് രാജ്യത്ത് വികസനം നടത്താൻ പറ്റുന്ന മാത്രം രാജ്യം, സ്വന്തമായിട്ടൊന്നുമില്ല. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എയ്ഡഡ് ഫണ്ട് കൊടുത്താലേ പറയുന്ന പോലെ വൃത്തിയായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റും. നശിച്ചാണ് പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പൊ ഇവന്മാരെ വെച്ചിട്ട് പണി ചെയ്യിക്കാം. അമേരിക്ക മാറി നിന്നാൽ മതി, അങ്ങോട്ട് കയറി ചൊറിഞ്ഞു മാന്തിയാൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുമോ? നമ്മുടെ മുമ്പോട്ടുള്ള ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അമേരിക്ക എല്ലായിടത്തും നടത്തുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ നടത്തുന്നത്. അതിന്റെ ഒരു നീക്കമായിരിക്കും. ഒരു ആശങ്ക കൂടി പൽക്കി ശർമ്മ പങ്കിടുന്നുണ്ട് അവസാനത്തിൽ. ഇതിപ്പോൾ അമേരിക്കയെ മാത്രമാണെങ്കിൽ നമുക്ക് നേരിട്ട് നേരിടാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം മുഹമ്മദ് യൂനുസ് കളിക്കുന്ന ഒരു കളി രണ്ട് പക്ഷത്തും ചവിട്ടിക്കൊണ്ടാണ്. മുഹമ്മദ് യൂനുസ് ഇതേ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് താവളവും സൗകര്യങ്ങളും സംയുക്ത അഭ്യാസവും ഒക്കെ നടത്തുന്ന അതേ സമയത്ത് തന്നെ ചൈനയ്ക്ക് താവളം കൊടുത്തിട്ടുണ്ട്, തുറമുഖം കൊടുത്തിട്ടുണ്ട്. ചൈനയെ കൂടി മാത്രമല്ല, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ മുഹമ്മദ് യൂനുസ് നേരെ പോകുന്ന ചൈനയിലേക്കാണ്. എന്നുവെച്ചാൽ മാത്രമല്ല, ഒരു പക്ഷേ അതിൻ്റെ കൂടി ഫലത്തിലാണോ അവരുടെ നെഗോഷിയേഷൻ്റെ കൂടി ഫലത്തിലാണോ എന്നറിയില്ല, നമ്മുടെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ ചൈനീസ് ആയുധങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സാർ നമ്മളൊരു ഞാണിന്മേൽ കളി വല്ലാത്ത. പക്ഷേ ഇതിനകത്ത് ഇവർ പറഞ്ഞതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഇപ്പോഴത്തെ കളിക്കകത്ത് അമേരിക്ക ബംഗ്ലാദേശിൽ ഇറങ്ങുന്നതിനകത്തും ഈ മ്യാൻമറിൽ ലക്ഷ്യം വെക്കുന്നതിനകത്തും ചൈനയ്ക്ക് യാതൊരു കാരണവശാലും അഡ്ജസ്റ്റ്മെന്റ് സഹകരിക്കാൻ അല്ല. അതിനകത്ത് ചൈന നമ്മുടെ കൂടെ മനസ്സിലായി. ഇതിനകത്ത് ഒന്നിച്ച് നീക്കം നടന്നത്. പക്ഷേ ഇവൻ 2 കളിയും കളിച്ചതാ. സൂക്ഷിക്കണം. യൂനസ് 2 കളിയും കളിച്ചു. യൂനസ് അവിടെ ചെന്ന് കളിച്ചു, ആദ്യം നോക്കി. ഇന്ത്യ പറഞ്ഞു, ഇന്ത്യക്ക് അതിനകത്ത് ഇന്ത്യനെ കൃത്യമായിട്ട് ഇടപെട്ടു. എന്നറിയാമല്ലോ സാറ്, ഈ ചിക്കൻ നെക്കിന്റെ അവിടെ ഒരു വലിയ സൈനികാഭ്യാസം നടത്തി, ഇന്ത്യനകത്ത് ഇടപെട്ടു. ചൈനയ്ക്ക് മനസ്സിലായി ചുമ്മാ കയറി ചൊറിയണ്ട. അപ്പൊ ഇവൻ മറ്റിടത്ത് പോയാ, പാകിസ്ഥാൻ പോയാലും മറ്റിടത്ത് പോയിട്ട് അവിടെ വന്നിറങ്ങട്ടെ. ഇപ്പൊ എന്തായാലും അമേരിക്ക ചൊറിയാൻ നോക്കും, പക്ഷെ അമേരിക്ക അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല. കാരണം ഈ സൈനിക സാന്നിധ്യം ആർക്ക്, നമുക്കുള്ളതുപോലെ ത്രെട്ട് ചൈനയ്ക്ക്. തീർച്ചയായിട്ടും. അതൊരു പക്ഷേ എന്താ പറയുക, ഈ തമ്മിലുള്ള ഒരുപോലെ ഒരു പൊതുശത്രുവിനെ നേരിടാനുള്ള ഈ മഹായുദ്ധത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയോടൊപ്പം സഹോദര തുല്യമായി ചൈന നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത്. ആ വിശ്വാസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും രക്ഷ. അതെ, ഓക്കെ, ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.